ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കറ്റാർ വാഴയെക്കുറിച്ചാണ്. കറ്റാർ വാഴയുടെ ഉപയോഗങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. നമ്മളിത് എങ്ങനെയാണ് നട്ടേക്കുന്നതുള്ളൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം ഇത് ചട്ടിക്കകത്തായിരുന്നു നട്ട് നോക്കിയത്. ഇങ്ങനെ കൊണ്ടുവന്നപ്പം അത് നല്ല തഴച്ച് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയത് തറയിൽ മണ്ണിൽ താഴെ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായി വരുമെന്ന് നോക്കി. അപ്പോൾ നമുക്ക് താഴോട്ടിറക്കി ഞാൻ ചെറിയ ചെറിയ തൈകളെല്ലാം താഴോട്ട് വെച്ച് നട്ട് നോക്കി. അപ്പോഴാണ് നല്ല രീതിക്ക് നല്ല പോളയായിട്ട് തഴച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 10-20 മൂട് നട്ട് ഇപ്പം ചെറിയ തൈകൾ ഒരു 10-15 തൈകൾ ഇപ്പം നട്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം നട്ട് കൊണ്ടുവന്ന് അതെല്ലാം വളർന്ന് വരുന്നുണ്ട്. അത് ആദ്യം നട്ടതെല്ലാം നല്ല പോളയായിട്ടുണ്ട്. അതിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. അതിന് നല്ല പൂക്കളാണ്, അതിൻ്റെ നല്ല ഭംഗിയുള്ള പൂവാണ് വരുന്നത്. അത് നമുക്ക് ഫ്രണ്ടിൽ ഭംഗിക്ക് വേണ്ടി വയ്ക്കാനും ചട്ടിക്കകത്ത് വയ്ക്കാനും നല്ല ഭംഗിയാണത്. അത് കണ്ട് ആ പൂവെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയുള്ള പൂ തന്നെയാണ്. അതൊരു വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് പൂവാകത്തുള്ളൂ. ആദ്യം വയ്ക്കുമ്പോഴൊന്നും ഇതിനകത്ത് പൂവൊന്നും ആവത്തില്ല. അപ്പോൾ നമ്മൾ ഈ കറ്റാർ വാഴയ്ക്ക് ചെയ്യുന്ന വളം, ഞാൻ ചെയ്തിട്ടുള്ള വളമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് ചാണകപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ആ തടത്തിനകത്തോട്ട് ചാണകപ്പൊടി ചേർത്ത് കൊടുത്ത് അതിങ്ങനെ നല്ല മൂടുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മളിതിന് ചെയ്യുന്ന വളമെന്ന് വെച്ചാൽ ഒരു നട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേന് ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേപ്പും പിണ്ണാക്ക് അത് പൊടിച്ചതും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ചേർത്ത് കൊടുത്താൽ നല്ല തഴച്ചത് കയറി വരും. പിന്നെ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുകൂടെ ഞാൻ പറയുന്നത്. അത് കട്ട് ചെയ്തിട്ട് ആ 2 വശവും കട്ട് ചെയ്യുന്ന 2 വശവും വെള്ളത്തിൽ വെച്ച് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം ഒരു മഞ്ഞ കളറിൽ കറ വരും. അത് കളഞ്ഞതിന് ശേഷം നമ്മളത് പിളർത്തി അതിനകത്തുള്ള ജെല്ലെടുത്താണ്, അതായത് നമ്മുടെ ഈ തലയോട്ടിയിൽ നമ്മൾ ആഴ്ച 2 ദിവസം വീതം തലയോട്ടിയിൽ ഇങ്ങനെ നല്ലോണം പിടിപ്പിച്ച് 1 മണിക്കൂർ സമയം കഴിയുമ്പം നമ്മളത് ആ ഒരു മണിക്കൂർ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ തലയിലുള്ള താരനുള്ളവർക്കാണെങ്കിൽ താരൻ പോകാനും നല്ല രീതിക്ക് മുടി തഴച്ച് വളരാനും എൻ്റെ മോൾക്കാണെങ്കിൽ ഞാൻ അത് മാത്രമാണ് പുരട്ടി കൊടുത്തിട്ടുള്ളത്. തഴച്ച് മുടി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഏതാണ്ട് ഒരു 10 വർഷം കൊണ്ട് നമ്മുടെ വീട്ടിൽ ഈ കറ്റാർ പോളയുണ്ട്. അപ്പോൾ അത് പുരട്ടി നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോൾ തേച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ മുടിക്ക് നല്ല മയവും നല്ല തഴച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് മുഖത്തടയാളം പാടുകളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെയുള്ള പാടുകളും അതായത് മുഖത്തിന് നല്ല തേജസ് കിട്ടാനും പാടുകളെല്ലാം മാറിക്കിട്ടും. അതുപോലെ നല്ല തിളക്കവും കിട്ടും മുഖത്തിന്. അതെന്ന് വെച്ചാൽ ചെയ്യുന്നത് നമ്മളിതുപോലെ തന്നെ കട്ട് ചെയ്ത് വെള്ളത്തിൽ വെച്ച് അതിൻ്റെ ആ കറയം കളഞ്ഞതിന് ശേഷം അത് പിളർത്തി അതിനകത്ത് ജെല്ല്, അത് അല്ലാതെ അതിൻ്റെ ഇത് പറ്റിക്കഴിയുമ്പോൾ ഒരുപാട് അകത്തോട്ടുള്ള ആ ജെല്ല് എടുത്തു കഴിഞ്ഞാൽ അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അതെടുക്കരുത്. അതിൻ്റെ പുറത്തുള്ള ആ ജെല്ല് മാത്രം എടുത്ത് ഏറ്റവും ആദ്യമായിട്ട് ഒലിച്ച് വരുന്ന ആ ജെല്ല് മാത്രം എടുത്ത് മുഖത്ത് തൂത്ത് കൊടുത്താൽ മുഖത്തിന് നല്ല തേജസ്സൊക്കെ കിട്ടും. അത് എത്ര നാൾ ഉപയോഗിച്ചാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. കാരണം വെച്ചാൽ നമ്മൾ ഉള്ള രാസവളങ്ങളൊന്നും ചേർത്തെടുക്കുന്നതല്ല. അത് ഒരുപാട് ഫലപ്രദമായിരിക്കും നമുക്ക്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഓരോ കറ്റാർ വാഴ മേടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.